പ്രധാനപ്പെട്ട വാർത്ത അത് കോഴിക്കോട് നിന്ന് വരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ നേരിയ തോതിൽ തീപിടുത്തമുണ്ടായി. പുക പടർന്നതോടെ ICUവിൽ അടക്കമുള്ള രോഗികളെ ഒഴിപ്പിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, രോഗികളെല്ലാം സുരക്ഷിതരല്ലേ? തീർച്ചയായും എൽദോ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉയർത്തിയ ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നത്. അത്യാഹിത വിഭാഗത്തിലെ പുതിയ ബ്ലോക്കിലെ UPS-നോട് ചേർന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ തീപിടുത്തത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ ഏതാണ്ട് എല്ലാ മുറികളിലും വലിയ തോതിൽ പുക വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 നിലകളിലായി നിരവധി രോഗികൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഇത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ, ഹൃദ്രോഗബാധിതരെ പോലുള്ള അത്യാവശ്യത്തിനായി ആശുപത്രിയിൽ എത്തിയവർ തുടങ്ങി അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ 3 നിലയിലെയും രോഗികളെയും വളരെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ആശ്വാസകരം. ഈ രോഗികളായ ആളുകൾക്ക് ശ്വാസതടസ്സം പോലുള്ള ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും അടിയന്തരാവസ്ഥയിലുണ്ടായ എല്ലാ രോഗികളെയും സമീപത്തന്നെയുള്ള മറ്റു വലിയ ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആംബുലൻസുകളെല്ലാം പ്രവർത്തന സജ്ജമാവുകയും അവരെ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിട്ടുണ്ട്. തീപിടുത്തം പൂർണ്ണമായി കെട്ടു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മുറിക്കുള്ളിൽ പലയിടങ്ങളിലും പുക തങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വളരെ പെട്ടെന്ന് എത്തിയിരുന്നു. ഈ മുറിക്കുള്ളിലെ പുക വലിച്ചെടുക്കുന്ന അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. എന്തായാലും പോലീസും ഫയർഫോഴ്സും മറ്റ് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ അടക്കം എല്ലാവരും ഇടപെട്ടാണ് വളരെ പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനം നടത്തുകയും വലിയ അത്യാഹിതങ്ങളില്ലാതെ ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കും. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. ഏറ്റവും അധികം ആളുകൾ പ്രതിദിനം എത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് കോഴിക്കോട്. അവിടെ പലയിടങ്ങളിൽ നിന്നായി വരുന്ന അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിൽ നിന്നും, സ്വകാര്യ ആശുപത്രികളിൽ നിന്നും, പ്രാദേശികമായുള്ള ആശുപത്രികളിൽ നിന്നും ഒക്കെ വരുന്ന അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് പലപ്പോഴും അവിടേക്ക് എത്തുക. അത്തരമൊരു ബ്ലോക്കിലാണ് ഇത്തരം തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞതും ഈ തീ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതുമൊക്കെ ഒരു ഈ പ്രശ്നത്തിന്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സഹായമായി. എന്തായാലും ആളുകളെ, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം മറ്റു രോഗികളെ, താരതമ്യേന കുഴപ്പമില്ലാത്ത ഈ അത്യാഹിത ബ്ലോക്കിൽ ഉള്ള ആളുകളെ പ്രത്യേക മുറി ക്രമീകരിച്ച് അവിടേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ കൃത്യമായൊരു ഓഡിറ്റിംഗ് പൂർത്തിയായി അല്ലെങ്കിൽ പുക പടലങ്ങളെല്ലാം മാറ്റിയ ശേഷം മാത്രമാവും ഈ അത്യാഹിത വിഭാഗ പ്രവർത്തനം, പുതിയ ബ്ലോക്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുക. എന്തോ അനീഷ്, നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ആശങ്കപ്പെടുന്ന രോഗികളുണ്ട്. അതേസമയം ഈ കാഷ്വാലിറ്റിയിലാണ് ഇത് തീപിടുത്തം കണ്ടതെന്ന് വ്യക്തമാകുന്നു. ഈ അത്യാസന്ന നിലയിലുണ്ടായിരുന്ന രോഗികൾ ഉണ്ടായിരുന്നു ICUവിൽ. മാറ്റുമ്പോൾ അതൊരു വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണല്ലോ, അവരെ പെട്ടെന്ന് ICUവിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. തീർച്ചയായും എൽദോ, അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ പല ആശുപത്രികളിൽ നിന്നും അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആയാൽ പോലും ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളാണ് പ്രധാനമായും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറുക. അതും ഏറ്റവും അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് പലപ്പോഴും ഉണ്ടാവുക. എന്തായാലും അത്തരം രോഗികളെ വളരെ പെട്ടെന്ന് തന്നെ നിമിഷം പോലും പാഴാക്കാനില്ലാത്ത വിധം ICU സപ്പോർട്ടുള്ളവരെ ആ രീതിയിലും അല്ലെങ്കിൽ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ ഉള്ളവരെ ആ രീതിയിലുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ പല വലിയ ആശുപത്രികളുണ്ട്. ആ ആശുപത്രികളിലൊക്കെ അവരെ മാറ്റിയിട്ടുണ്ട്. വലിയ ആരോഗ്യനിലയിൽ അതീവ ഗുരുതരാവസ്ഥ ഇല്ലാത്ത ആളുകൾ, പ്രത്യേകിച്ചും ഈ സോൺ തിരിച്ചാണ് ആശുപത്രിയിൽ ഈ റെഡ് സോണിലൊക്കെ ഉള്ള ആളുകളാണ് അതീവ പരിചരണം ആവശ്യമായി വരുന്നത്. അവരെയൊക്കെ വളരെ പെട്ടെന്ന് സ്വകാര്യ ആശുപത്രികളിലെ ICUയിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള റെഡ് സോൺ മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ആശുപത്രികൾക്കൊക്കെ ഇതിനകം തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നിർദ്ദേശം പോയിരുന്നു. അവിടെ ഈ രോഗികളെ ഉൾക്കൊള്ളാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് പാഞ്ഞെത്തി ആംബുലൻസുകൾ, സമീപ പ്രദേശങ്ങളിലുള്ള ആംബുലൻസുകൾ പൂർണ്ണമായും മെഡിക്കൽ കോളേജിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം മെഡിക്കൽ കോളേജ് മേഖലയിലാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ആംബുലൻസുകൾ കേന്ദ്രീകരിക്കുന്ന ഒരിടം. അവിടേക്ക് വന്നു. എന്തായാലും യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവിടെ ഒരുക്കിയത്. അതുകൊണ്ട് നിലവിൽ ആർക്കും ഒരു ജീവഹാനി ഉള്ളതായി
വിവരങ്ങൾ ഇല്ല. ആളുകൾക്ക് ശ്വാസതടസ്സം പോലുള്ള ചില പ്രശ്നങ്ങൾ ഈ പുക അടിച്ചതിനെ തുടർന്ന് നേരിടുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ അത് ഒഴിവാക്കിയാൽ നിലവിൽ പ്രശ്നങ്ങളില്ല. എന്തായാലും ഈ മറ്റ് ആശുപത്രികളിലേക്കൊക്കെ പോയ രോഗികളുടെയും ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ കൃത്യമായ ഈ പുറത്തേക്ക് പോയ രോഗികളുടെ അവസ്ഥയും എത്ര രോഗികളെ അവിടെ നിന്നും മാറ്റി പുതിയിടത്തേക്ക് മാറ്റി പുതിയ ബ്ലോക്കിൽ എത്ര രോഗികളുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയം കഴിഞ്ഞു ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകാൻ കഴിയും. എന്തായാലും ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് അവിടെയുള്ള ആളുകളെ പൂർണ്ണമായി മാറ്റുന്നതിന് ഈ പുക മുറികളിൽ നിന്നും മാറ്റുന്നതിന് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് കൃത്യമായ ചികിത്സ നൽകുന്നതിന് തുടങ്ങിയ കാര്യങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഒരു തരത്തിൽ നിയന്ത്രണ വിധേയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. എൽദോ, ഈ തീപിടുത്തത്തിനുള്ള സാധ്യത എങ്ങനെയായിരുന്നു എന്തെങ്കിലും ഒരു വ്യക്തത വരുന്നുണ്ടോ അനീഷ്? എന്തോ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അത്യാഹിതത്തോട് ചേർന്നുള്ള UPS മുറിയുണ്ട്. പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഒപ്പം മറ്റ് ഈ ബാറ്ററികളും അങ്ങനെയൊക്കെയുള്ള സൂക്ഷിക്കുന്ന ഇടമാണ്. ആ മുറിയിൽ നിന്ന് തീപിടുത്തം ഉണ്ടായി എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അതേക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ അന്വേഷണങ്ങൾ ഇനി വരുന്ന സമയങ്ങളിലേ ഉണ്ടാവൂ. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനും ഈ ആശുപത്രിയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കാവും അധികൃതർ മുൻതൂക്കം നൽകുക. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് UPS മുറിയിൽ നിന്ന് തന്നെയാണ് എന്നാണ്. കാരണം ഈ രോഗികൾക്കും ഒപ്പം ഈ നഴ്സുമാർക്കും ഒക്കെ മനസ്സിലായത് ആ ഭാഗത്തു നിന്നാണ് ആദ്യം ഒരു പുക പ്രത്യക്ഷമായത്. പുറത്തേക്ക് ആദ്യം തീ വലിയ തോതിൽ ദൃശ്യമായില്ല എന്നാണ് ആദ്യ റിപ്പോർട്ടുകളിൽ നമുക്ക് അവിടുന്ന് വ്യക്തമായത്. ആ മുറിക്കുള്ളിൽ ആണ് തീ ഉണ്ടായത്. അവിടെ നിന്ന് ആ ബ്ലോക്കിലേക്ക് പൂർണ്ണമായും പുക വ്യാപിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഈ ബാറ്ററികളും മറ്റുമൊക്കെയാണ് അതിന്റെ പലതരത്തിലുള്ള കണക്ഷനുകളുണ്ട്. അതുകൊണ്ട് യാദൃശ്യമായൊക്കെ പലപ്പോഴും ഇത്തരം UPS മുറികളിലും സെർവർ മുറികളിലും ഒക്കെ തീ പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആ ബാറ്ററി ിലോ അല്ലെങ്കിൽ സെർവറുകളിലോ സെർവർ മുറിയിൽ ഉണ്ടായ എന്തെങ്കിലും ചെറിയ ലൂസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് പുക കണ്ടെത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറോളമായി പുക ഉണ്ട്. തീപിടുത്തത്തിന്റെ നേരിയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഈ ആശുപത്രിയിൽ പുകപടലം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പല രോഗികൾക്കും അതിൽ ശ്വാസതടസ്സം നേരിടുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. എന്നാണെങ്കിലും ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രോഗികളെ സുരക്ഷിതമായി മാറ്റാൻ. പ്രത്യേകിച്ചും അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തമാണ്. തൊട്ടു ചേർന്നുള്ള ICUവിൽ നിന്നുള്ള രോഗികളെയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി എല്ലാവരെയും തന്നെ സുരക്ഷിതമാക്കി നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ നേരത്തെ MS അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൽ അത്രമാത്രം രോഗികൾ ചികിത്സയ്ക്കെത്തുന്നു. അത്രമാത്രം രോഗികൾ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓരോ മണിക്കൂറിലും എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മുന്നിൽ കാണണം. വലിയൊരു പ്രയത്നം തന്നെ വേണ്ടിവരും സാധാരണഗതിയിലേക്ക് വീണ്ടും ആ അത്യാഹിത വിഭാഗത്തെ തിരികെ കൊണ്ടുവരാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ പുകപടലം അവിടെ നിലനിൽക്കുന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. ഒരുപാട് രോഗികൾ അതിലൊരു പരിഭ്രാന്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നുണ്ട്. നാട്ടുകാരുടെയും ഒപ്പമുണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരുടെയും അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി ജീവനക്കാരുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സേവനം അതിൽ ഉണ്ട്. ഇവരൊക്കെ ചേർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ രോഗികളെ ഒഴിപ്പിച്ചത്.